ഹായ് ഗഡീസ്, ഡെൽറ്റ കാർസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയൊരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ട്രാവലിംഗ് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമുക്ക് ട്രാവൽ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇരുത്താനും കിടത്താനും പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ കിഡിലെ നൈറ്റായിട്ടാണ് നമ്മൾ വന്നേക്കണേ. അപ്പോൾ കമോൺ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാധനം. ഇതാണ് നമ്മുടെ ട്രാവൽ ബെഡായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. ഓക്കെ, വെരി സിമ്പിൾ. ആകെ നമുക്ക് എന്താ പറയുക, സിമ്പിളായിട്ട് നമ്മൾ ഡിക്കിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടിടാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐറ്റം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്, അൺബോക്സ് ചെയ്യാണ്. ഇത്രയും വലിയ സംഭവം ചെറിയൊരു പാക്കിങ്ങിലുള്ളതായതുകൊണ്ട് എങ്ങനെയാണ് നമ്മളെല്ലാവരും അതിശയിച്ചിരിക്കുന്നുണ്ടാവും. ഇതിൽ കംപ്രസർ അടക്കുന്നുണ്ട് കേട്ടോ, നെറ്റ് എന്തായാലും നമ്മളെല്ലാവരും. നമുക്ക് ഇതിൽ എന്തൊക്കെയുള്ളത് നോക്കാമല്ലോ അല്ലേ. ഓ, ഇതെന്താ ഐറ്റം? ഓ, ഇത് നമ്മുടെ പില്ലോ ആണ് വരുന്നത്. കണ്ടില്ലേ, എയർ പില്ലോ ആണ് വരുന്നത്. പില്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, സിമ്പിൾ, വെരി സിമ്പിളാണ്, സൈസും കുറവാണ്, ഈസിയായിട്ട് യൂസ് ചെയ്യാം. അത് നമുക്ക് 2 പില്ലോ ആണ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 പേരൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സൂപ്പറല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. എന്താണ് ഐറ്റം എന്നുള്ളത് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, എന്താ ഐറ്റം നോക്കട്ടെ. അടുത്തത് നമ്മുടെ വേറെ ഒന്നുമില്ല, സീറ്റ് സപ്പോർട്ടിങ് ആണ് വരുന്നത്. സീറ്റ് സപ്പോർട്ടിങ് നമുക്ക് എപ്പോഴും സീറ്റിൻ്റെ അപ്പുറത്ത് വരുന്ന ഗ്യാപ്പിലേക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. അത് എന്താണെന്നുള്ളത് ശരിക്കും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് വർക്ക് ചെയ്തിട്ട് തന്നെ കാണാം. ഓക്കെ, അടുത്ത ഐറ്റം ഹെവി ഐറ്റമാണ്. ഇതാണ് നമ്മുടെ ബെഡ്. ഓക്കെ, ഉണ്ടല്ലേ, ഇത് വലിയ ബെഡാണ്, പക്ഷെ നമുക്കത് ഫോൾഡ് ചെയ്തപ്പോൾ സ്മോളായിപ്പോയി. ഇതിലാണ് നമ്മൾ എയർ ഫില്ലിങ് ഇതിലാണ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെറിയൊരു സൈസിലാണ് നമുക്ക് വലിയൊരു ബെഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. വെരി സിമ്പിളാണ് സൈസ്, പക്ഷേ ലെങ്ത്ത് നമുക്ക് വളരെ വലുതാണ്. ഈസിയായിട്ട് നമുക്ക് കിടക്കാം. ഒരു സൈഡ് വന്നിട്ട് നല്ല ക്ലോത്ത് ടൈപ്പും അപ്പുറത്തെ സൈഡ് ഫൈബർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ സ്മൂത്തായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ, സിമ്പിളാണ് സാധനം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം എത്ര വരുന്നുണ്ടെന്നുള്ളത്. ഇത്രയാണ് ഇതിൽ സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്ത ഐറ്റം എന്താ നമുക്ക് നോക്കാം. ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? വേറെ ഒന്നുമല്ല, ഇത്രയും ഐറ്റംസ് നമ്മൾ എയർ ഫില്ല് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ഓതി ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് കമ്പനി ഒരു കംപ്രസർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയ കംപ്രസർ. ഇതാണ് സംഭവം, വെരി സിമ്പിൾ. കണ്ടില്ലേ, ഇതിൽ കുറച്ച് റീഫിൽസ് ഒക്കെ ഉണ്ട്. ഇതിലൊരു പോർട്ട് ഉണ്ട്, അത് നമ്മുടെ ചാർജർ പോർട്ടിൽ കണക്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചാർജ് ചെയ്തിട്ട് നമ്മുടെ അതിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൽ നോബ്സ് കുറേ വരുന്നുണ്ട്. അതിൻ്റെ നോബ് ഏതാണോ അതിൽ വെച്ചിട്ട് നമ്മൾ എയർ ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അധികം കൂടുതൽ പറഞ്ഞ് കൊളാക്കുന്നില്ല. നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്കത് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളെന്ന് നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മുടെ ഇൻഫ്ലുവേറ്റർ കണ്ടില്ലേ, ഇതാണ് ഇൻഫ്ലുവേറ്റർ, ഇതാണ് ചാർജർ പോർട്ടിൻ്റെ കണക്ട് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് പ്ലഗ് ചെയ്യാം. സിമ്പിളാണ്. അതിനുശേഷമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യം, നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ അത് ഓൺ ആക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്തല്ലോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളിതിൽ ഓൺ ചെയ്യണതിന് മുമ്പായിട്ട് നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ഇതിലൊരു സ്വിച്ച് ഉണ്ട്, ഓൺ ഓഫ് സ്വിച്ച്. ഓക്കെ, അപ്പോൾ കംപ്രസർ വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കിനി ഇതിൽ എയർ ഫില്ല് ചെയ്തിട്ട് എങ്ങനെ പെട്ടെന്ന് സ്പീഡായിട്ട് നമുക്ക് പെർഫോമൻസ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ എയർ ഫില്ലിങ്ങിലേക്ക് പോയി നോക്കാം. ഓക്കെ,
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ട്രിപ്പൊക്കെ പോകണ കുട്ടികളുള്ള ഫാമിലികളുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻ്റ് അടിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിന് എല്ലാവരും നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതിനൊരു വലിയ താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണുന്നവരെ സി യു, ബൈ ബൈ, ഡെൽറ്റ.